ജീവിതത്തിന്റെ അന്ത്യയാത്ര പലപ്പോഴും ആഴത്തിലുള്ള വികാരങ്ങൾ ഉണർത്തുന്ന ഒന്നാണ്. എന്നാൽ ശാസ്ത്രം പാരമ്പര്യവുമായി കൂടിച്ചേരുമ്പോൾ അത് ചിലപ്പോൾ ഭയത്തിനും തെറ്റിദ്ധാരണകൾക്കും വഴിമാറാനിടയുണ്ട്. പരമ്പരാഗത മതചിതകളിൽ നിന്ന് വൈദ്യുത ശ്മശാനങ്ങളിലേക്കുള്ള മാറ്റം പരിസ്ഥിതി സൗഹൃദവും കാര്യക്ഷമവുമായ മാർഗമാണ്. എന്നിരുന്നാലും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ, ഈ ആധുനിക ശവസംസ്കാര രീതി അസ്വസ്ഥമാക്കുന്ന മിഥ്യകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഉറവിടമാണ്. 800 മുതൽ 1000 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയിൽ ശരീരത്തെ വിധേയമാക്കുന്ന വൈദ്യുത ദഹിപ്പിക്കൽ മരം ഉപയോഗിച്ചുള്ള പരമ്പരാഗത രീതിയെ അപേക്ഷിച്ച് വേഗത്തിലും കുറഞ്ഞ മലിനീകരണം ഉണ്ടാക്കുന്ന തരത്തിലുമാണ് രൂപകൽപ്പന ചെയ്തത്. എന്നിരുന്നാലും ഈ ഹൈടെക് ചൂളകൾക്കുള്ളിൽ സംഭവിക്കുന്നത് പലരിലും ആശയക്കുഴപ്പത്തിനും ഭയത്തിനും ഇടയാക്കുന്നുണ്ട്. ഈ പ്രക്രിയക്കിടെ ശരീരങ്ങൾ ചലിക്കുകയോ ശബ്ദങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഈ പ്രതിഭാസം മരിച്ചവർ ജീവനോടെ വരുന്നു എന്ന അഭ്യൂഹങ്ങൾക്ക് കാരണമായി. വൈറലായ സോഷ്യൽ മീഡിയ വീഡിയോകളിലൂടെയും അനുമാന റിപ്പോർട്ടുകളിലൂടെയുമാണ് ഈ ആശയം ശ്രദ്ധ നേടിയത്. ഒരു മെഡിക്കൽ കണ്ടന്റ് സൃഷ്ടാവ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച അത്തരമൊരു വീഡിയോയിൽ മൃതദേഹങ്ങൾ ചാരമാകാതെ അസ്ഥി കഷ്ണങ്ങളായി എങ്ങനെ മാറുന്നുവെന്നും പിന്നീട് അവയെ നേർത്ത പൊടിയാക്കി ഒരു അസ്ഥി കലശത്തിൽ സൂക്ഷിക്കുന്നതെങ്ങനെയെന്ന് വിശദീകരിക്കുന്നു. ന്യൂറോളജിസ്റ്റ് ഡോക്ടർ സുധീർ ഷായുടെ അഭിപ്രായത്തിൽ ഇത്തരം സംഭവങ്ങൾ ശവസംസ്കാര പ്രക്രിയയുടെ പൂർണ്ണമായും സ്വാഭാവികമായ ഉപോൽപ്പന്നങ്ങളാണ്. മരണശേഷം ശരീരത്തിൽ ജീവനില്ല. എന്നാൽ തീവ്രമായ ചൂടിന് വിധേയമാക്കുന്നത് രാസപരവും ശാരീരികവുമായ മാറ്റങ്ങൾക്ക് കാരണമാകും. പേശി കലകൾ ചുരുങ്ങുകയും ശരീരദ്രാവകങ്ങൾ ബാഷ്പീകരിക്കപ്പെടുകയും ചെയ്യും. ഇവയാണ് ആളുകൾ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ദൃശ്യമായ വളച്ചൊടിക്കലുകളോ ശബ്ദങ്ങളോ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ പൊട്ടൽ അല്ലെങ്കിൽ ഞരക്കം അങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ശബ്ദങ്ങൾ ശരീരത്തിനുള്ളിൽ കുടുങ്ങിയ വാതകങ്ങളോ ദ്രാവകങ്ങളോ പുറത്തുവിടുന്നതിലൂടെയാണ് ഉണ്ടാകുന്നത്. അതുപോലെ താപ എക്സ്പോഷറിൽ നിന്നുള്ള പേശികളുടെ സങ്കോചങ്ങൾ മൂലമാണ് പ്രകടമായ ചലനങ്ങൾ ഉണ്ടാകുന്നത്. ശാസ്ത്രീയമായി വിശദീകരിക്കാവുന്ന ഈ പ്രതികരണങ്ങൾ ഈ പ്രക്രിയയെക്കുറിച്ച് പരിചയമില്ലാത്തവരെ അമ്പരപ്പിക്കുന്നതാണ്. മാംസവും അസ്ഥികളും ഉൾപ്പെടെ മുഴുവൻ ശരീരത്തെയും മണിക്കൂറുകൾക്കുള്ളിൽ ചാരമാക്കുന്ന പരമ്പരാഗത മരചിതയിൽ നിന്ന് വ്യത്യസ്തമായി വൈദ്യുത ദഹിപ്പിക്കൽ അസ്ഥികളുടെ അവശിഷ്ടങ്ങൾ അവശേഷിപ്പിക്കുന്നു. അവ യാന്ത്രികമായി പൊടിക്കേണ്ടതുണ്ട്. നേരിയ ചാരം കാണാനും പകരം വ്യത്യസ്തമായ അവശിഷ്ടങ്ങളുടെ ഒരു കൂട്ടം കാണാനും പ്രതീക്ഷിക്കുന്ന ചില വിലാപയാത്രകൾക്ക് ഇത് ഒരു അത്ഭുതമാണ്. പാരിസ്ഥിതിക നേട്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഈ സാങ്കേതിക വിദ്യ തെറ്റായ വിവരങ്ങളുടെ വിളനിലമായി മാറി. ശാസ്ത്രീയ ധാരണ പരിമിതമായ പ്രദേശങ്ങളിൽ അത്തരം സംഭവങ്ങളെ ചിലപ്പോൾ ദൈവിക അടയാളങ്ങളായോ അത്ഭുതങ്ങളായോ അതിലും മോശമായോ ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദഹിപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവായോ കാണുന്നു. ഈ പ്രക്രിയയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകണമെന്ന് അധികാരികളും ആരോഗ്യ വിദഗ്ധരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദുഷ്കരമായ ഈ സമയത്ത് മിഥ്യാധാരണകൾ ഇല്ലാതാക്കാനും ഭയം ലഘൂകരിക്കാനും ദുഃഖിതരായ കുടുംബങ്ങൾക്ക് വിശദീകരണ സെക്ഷനുകളോ രേഖാമൂലമുള്ള വിവരങ്ങളോ ചില ശ്മശാന നടത്തിപ്പുകാർ ഇപ്പോൾ നൽകുന്നുണ്ട്.